സീറ്റിൽ നിന്നിറങ്ങി ഒരു വരക്കം ഉണ്ടായിരുന്നു. ആ വരക്കം കണ്ടതും ഗബ്രി എണീറ്റ് ഓടിയ ഓട്ടം ഉണ്ടല്ലോ. ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ജിൻഡോ കപ്പ് തൂക്കുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് അർജുൻ, സെക്കൻഡ് റണ്ണറപ്പ് ജാസ്മിൻ, ഇങ്ങനെയൊക്കെയാണ് പൊസിഷൻ. അപ്പോൾ ഇന്നത്തെ എവിക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, എവിക്ഷനിൽ ആദ്യം പുറത്തായത് ഋഷിയാണ്. ഋഷിയെ ഇങ്ങനെ തള്ളിയിടുകയാണ്. ഒരാൾ വന്നിട്ട് ഒരു ബെഡിലേക്ക് തള്ളുകയാണ്. ആ തള്ളിയിടുന്ന ആരെയാണോ ആ ആൾ ഔട്ടാകും. അങ്ങനെ ഋഷി ഔട്ടായി. രണ്ടാമത് പിന്നെ അഭിഷേകിന്റെ ആയിരുന്നു. എല്ലാവരെയും റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് കറങ്ങുന്ന ഒരു സാധനത്തിൽ നിർത്തിയിട്ട് ആരാണോ ഔട്ടാകുന്നത്, ആരുടെ ഇതിലാണോ പച്ച ലൈറ്റ് വരുന്നത് അവർ മിണ്ടാതെ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോവുക. അല്ലാത്ത ആള് റെഡ് ലൈറ്റ് വരുന്ന ഒരാള് വെളിയിലേക്ക് പോവുക. ഇങ്ങനെയായിരുന്നു. അങ്ങനെ അഭിഷേക് ഔട്ടായി. ഇതിനകത്ത് എല്ലാ രസവും മൂന്നാമത്തെ എവിക്ഷനാണ്. മൂന്നാമത്തെ എവിക്ഷൻ എന്ന് വെച്ചാൽ ഒരു കൂട്, വലിയൊരു ഇരുമ്പ് കൂട് 3 എണ്ണം കൊണ്ടുവയ്ക്കുന്നു. അതില് അർജുൻ, ജാസ്മിൻ, ജിൻഡോ ഇവര് 3 പേരും അവിടെ ഇരിക്കുന്നു. അതിനകത്ത് കയറി ഇരിക്കുന്നു. എന്നിട്ട് കുറെ മല്ലന്മാർ ഇങ്ങോട്ട് വന്നിട്ട് കമ്പിയിട്ട് തൂക്കിക്കൊണ്ട് പോവുക. അപ്പൊ ആദ്യം അവർ വന്നിങ്ങനെ വട്ടത്തിൽ കറങ്ങി നോക്കിയിട്ട് ജിൻഡോയെ തൂക്കുന്നുണ്ട്. ജിൻഡോയെ തൂക്കിക്കൊണ്ട് വാതിലിന്റെ അവിടെ വരെ കൊണ്ടുവയ്ക്കും. അപ്പൊ ജിൻഡോയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ അഭിഷേക് എന്ന് പറഞ്ഞ അബിയെ പെട്ടെന്ന് ഷോക്കായ പോലെ നോക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. പക്ഷെ ആ സമയത്ത് ജാസ്മിന്റെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടാമത് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ജിൻഡോയെ കൊണ്ടുവന്ന് തിരിച്ചവിടെ വയ്ക്കുന്നു. അതിനുശേഷം ജാസ്മിനെ കൊണ്ടുപോകുന്നു. അവൻ പറയുന്നുണ്ട് അർജുൻ ജാസ്മിനെ അല്ല കുഴപ്പമില്ല തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അർജുനെയും കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനെല്ലാം ശേഷം പിന്നെയും ഒന്ന് റൗണ്ട് അടിക്കുന്നുണ്ട്. പിന്നെയും ഒന്ന് റൗണ്ട് അടിച്ച് ജാസ്മിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ജാസ്മിൻ വെളിയിലോട്ട് പോകുന്നു. പക്ഷെ ഇതിനെപ്പറ്റി ഇപ്പം വെളിയിലൊക്കെ പറഞ്ഞ ഒരു പട്ടിക്കൂട്ടിനകത്ത് അടച്ചിട്ട് കൊണ്ടുപോയെന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ലക്ഷ്മി പ്രിയയ്ക്ക് കിട്ടിയ പണി. ഇങ്ങനെ ബൈക്കിൽ കറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അത് തുറന്ന് ആരുടെ ടാറ്റ പോലും പറയാൻ പറ്റിയില്ല. വെളിയിൽ പോയിട്ട് ഒരു വട്ടം ടാറ്റ കാണിക്കാൻ പറ്റുള്ളൂ, കൊണ്ടുപോയായിരുന്നു. അതുപോലെയായിരുന്നു. ഈ കൊണ്ടുപോകുമ്പോൾ ജാസ്മിനും ഓർത്ത് കാണില്ല വെളിയിലോട്ട് പോകുന്ന കാര്യം. ഇങ്ങനെ കളിപ്പിക്കുമായിരിക്കും വിചാരിച്ചാണ് കൊണ്ടുപോയി. പക്ഷെ ജാസ്മിന്റെ മുഖത്ത് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 പേര്, അർജുനും ജിൻഡോയും, 2 പേരെയും മോഹൻലാല് വീട്ടിനുള്ളിലേക്ക് പോയിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം വിന്നറിനെ പ്രഖ്യാപിക്കുന്നു. ജിൻഡോയാണ് വിന്നർ എന്ന് പറയുന്നത്. പക്ഷെ അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ജിൻഡോയുടെ മുഖത്ത് ഭയങ്കരമായ ടെൻഷനൊക്കെ നമുക്ക് കാണായിരുന്നു. പക്ഷെ അർജുൻ ഭയങ്കര കൂളായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. ഇപ്പം ഗെയിം എല്ലാം കഴിഞ്ഞു. അകത്തെ ഗെയിം എല്ലാം കഴിഞ്ഞു. ഇനി പുറത്താണ് ഗെയിം. ഇനി പുറത്തെ ഗെയിം എന്ന് വെച്ചാൽ ഇനി അറിയില്ല. നാളെ മുതൽ യുദ്ധം തുടങ്ങാൻ കുറെ പേര് നിൽപ്പുണ്ട്. യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തി ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. അപ്പൊ പലരോടുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രസകരമായ ഒരു സംഭവം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജാസ്മിൻ എവിക്റ്റായി വന്നതിന് ശേഷം ജാസ്മിൻ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടസ്റ്റൻസ് തന്നെ ഇരിക്കുന്നിടത്ത് പോയി ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് ഗബ്രി അവിടെ സംസാരിക്കാൻ വരുമ്പോൾ ജാസ്മിന്റെ ഫാദർ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗബ്രി ഒന്ന് ഹോർമോണിന്റെ വളർച്ച ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. അവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുടെ വോയിസ് ആണ്. ഞാനത് കേൾപ്പിക്കാം. വിവി ഹിയർ എന്നുള്ള ചാനലിൽ വിവി ഇട്ടിട്ടുണ്ട് വോയിസ്. ഇതേ സെയിം വോയിസ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ബ്രോന് വേണമെങ്കിൽ ഞാൻ ഒരു ഇൻസൈഡ് ന്യൂസ് തരാം. ഗബ്രി ജാസ്മിൻ എവിക്റ്റ് ആയിട്ട് ഗബ്രി ജാസ്മിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിന്റെ വാപ്പ സീറ്റിൽ നിന്നിറങ്ങി ഒരു വരക്കം ഉണ്ടായിരുന്നു. ആ വരക്കം കണ്ടതും ഗബ്രി എണീറ്റ് ഓടിയ ഓട്ടം ഉണ്ടല്ലോ ബാക്കിലോട്ട്. ഫ്രണ്ടില് റൈറ്റ് എൻഡിലായിരുന്നു ജാസ്മിൻ ഇരുന്നുകൊണ്ടിരുന്നത്. അവിടെ വന്ന് ഗബ്രി സംസാരിക്കുക, റസ്മിനൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഗബ്രി ഒന്ന് സംസാരിക്കുമായിരുന്നു. ജാസ്മിന്റെ വാപ്പ ഒരു വരക്കം വന്നു. ഗബ്രി എണീറ്റ് ഒരൊറ്റ ഓട്ടം ഓടി ബാക്കിലെ ലെഫ്റ്റ് സീറ്റിൽ പോയിരുന്നു. അപ്പം ഇത് ലൈവായിട്ട് കണ്ട ഒരാള്, ഈ സംഭവം ലൈവായിട്ട് കണ്ട ഒരാള് അയച്ച വോയിസ് ആണ്. ഈ വോയിസ് വിവി ഹിയർ എന്ന് പറഞ്ഞ പോലെ വിവി ഹിയർ എന്നുള്ള ചാനലിലുണ്ട്. അതൊന്ന് കേൾക്കാം. അവിടെയും ഉണ്ട് ഇത്. എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് സത്യത്തിൽ ഇത് നടക്കാം, ഇങ്ങനെ സംഭവിക്കാം. കാരണം അവിടുത്തെ ഫുൾ നെഗറ്റീവ് ഉണ്ടാക്കിയത് ജാസ്മിനും ഗബ്രിയും 2 പേരും ഉത്തരവാദികളാണ്. ജാസ്മിൻ ആ ഗബ്രി ഔട്ടാന് ശേഷം ഒന്ന് കൂളായി വരികയും ജനങ്ങൾ കുറെ പ്രേക്ഷകർ ഇതൊക്കെ മറന്ന് പാവമല്ലേ എന്ന് വിചാരിച്ചൊക്കെ വരികയായിരുന്നു. ആ സമയത്താണ് റീ എൻട്രി വെച്ചത്. റീ എൻട്രിയിൽ വന്ന ഗബ്രി പിന്നെ ഹോർമോൺ വളർച്ചയുടെ കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടെ ഹോർമോണുകളുടെ പ്രശ്നം ഭയങ്കരമായിരുന്നു. പക്ഷെ ഇന്ന് ജാഫർക്കാടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ ഹോർമോണിന്റെ കാര്യം തീരുമാനമായേനെ എന്നാണ് ഈ വോയിസിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മകൾ 3ാം സ്ഥാനത്തും പോയി. 2ാം സ്ഥാനത്തെങ്കിലും വരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അല്ലെങ്കിൽ വിന്നറാകാൻ ചാൻസ് കുറവായിരുന്നു. എന്നാൽ 2ാം സ്ഥാനം ജാസ്മിൻ ആണെന്നാണ് മിക്ക ആൾക്കാരും 90% ആൾക്കാരും വിശ്വസിച്ചിരുന്നത്.
അവിടെ കണ്ടന്റ് കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പൊ ഒരു 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. 3-ാം സ്ഥാനം ഒരു കുറഞ്ഞ സ്ഥാനം എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ബിഗ് ബോസ് എന്ന ഷോയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് സീസൺ മുതൽ 6th സീസൺ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ സീസണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നവർ മാത്രമാണ്. അവരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ കൂടുതലും ശ്രദ്ധിക്കാറുണ്ട്. തേർഡ് പൊസിഷൻ മുതൽ താഴോട്ട് ശ്രദ്ധിക്കുന്നത് കുറവാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ, ഞാൻ പറഞ്ഞത് ഈ വോയിസിന്റെ കാര്യം, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഇത് ചെയ്യും. എന്ന് വെച്ചാൽ മകള് 3-ാം സ്ഥാനത്തും പോയി, ഇവനാണ് അതിന് കാരണം. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ കാണും. നേരത്തെ ജാഫറിക്ക വിളിച്ചിട്ട് ഫോണിൽ കൂടെ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഗബ്രിയും ജാഫറിക്കായും എല്ലാവരും ഇരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം എന്താണ് വെളിയിൽ നടക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പൊ അവർ തമ്മിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഈ വോയിസിന്റെ ഇത് വെച്ചിട്ട് എന്തോ ഇനി ഹോർമോൺ വരാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഹോർമോണിന്റെ പ്രശ്നം മിക്കവാറും ജാഫറിക്ക തന്നെ ഗബ്രിയുടെ തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഗബ്രിയോട് യാതൊരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഗബ്രിയും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇത് അമേരിക്ക ഒന്നും അല്ല, ഇത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളല്ല, ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ അവർ വേറൊരു കൾച്ചറിലായിരിക്കാം, കേരളത്തിലെ ജനങ്ങൾ വേറൊരു കൾച്ചറിലാണ്. അപ്പോൾ ആ കൾച്ചറിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ വിദേശ രാജ്യത്ത് ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ മോഡേൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതൊക്കെ കാണിക്കുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗബ്രി ഇനി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ വോയിസ് പറഞ്ഞത് സത്യമാണെങ്കിൽ കൂടുതലും ജാഫറിക്കയുടെ മുന്നിൽ വെച്ച് ജാസ്മിൻ്റെ അടുക്ക് കൂടുതൽ അടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഹോർമോണിന്റെ പ്രശ്നത്തിൽ തീരുമാനമാക്കി തരും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.